Hey guys, welcome back to B-Talks. Guys, ഇന്നത്തെ വീഡിയോയിൽ Guess the Animal Sound Guys, okay, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ചിൽ നമ്മുടെ ആമീഷ് ഉണ്ടായിരിക്കുന്നതാണ് വിത്ത് മൈക്ക്. ഓ മൈ ഗോഡ്, അതായിട്ടാണ് ഗൈസ് ആമീസ് മൈക്ക്. ഞാൻ ആമീസിനെ വെക്കണം എന്ന ഒരാഗ്രഹം, അപ്പോൾ ഞാൻ വെക്കാൻ സമ്മതിച്ചു. ഹാപ്പി ആയില്ലേ? അതിന് ഹാപ്പി എന്ന് പറഞ്ഞ കേൾക്കത്തില്ല, ഉറക്കം ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഗസ് ദ ആനിമൽ സൗണ്ട് ചാലഞ്ച് ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രൂ നമുക്ക് വേണ്ടി കുറെ ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ട്. ഓരോ സൗണ്ട്, യെസ് അതന്നെ, ക്വസ്റ്റ്യൻസിലാണല്ലോ സൗണ്ട് ഇരിക്കുന്നത് കുട്ടി. കൂടുതൽ വിദ്യാഭ്യാസമുള്ള കുഴപ്പമാണ് കാര്യം. അതെ അതെ എഴുത്ത് മാത്രമല്ല ഉള്ള ക്വസ്റ്റ്യൻസ് പറച്ചിലും ഉണ്ട്. എന്തായാലും ഇവിടെ ആനിമൽസിന്റെ സൗണ്ട് ആണ് ഗൈസ് കേൾപ്പിക്കുക. അത് ഏത് ആനിമലാണ് കൃത്യമായിട്ട് പറയണം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബോർഡിലായിരിക്കും ഗൈസ് എഴുതുന്നത്. അപ്പൊ ആമി, കൊമ്പൻ ആൻഡ് റാഷിക് ഗൈസ്. എന്താ അർജുൻ കൊമ്പൻ ഏതാ? എന്താണ് ബ്രോ? എന്റെ പേര് അർജുൻ എന്നാണെന്ന് എല്ലാവരും അറിയട്ടെ. അർജുൻ ഷാജി ഫോളോ കൂടി ചെയ്തേക്കും. അതെ അതെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ അൺഫോളോ. അതെ സത്യം. അപ്പൊ എന്തായാലും ഇവിടെ അനിമൽ സൗണ്ട് കാണിക്കും. അതുപോലെ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. സോ ശരിയുത്തരം പറയുകയാണെങ്കിൽ 1 മാർക്ക് കിട്ടും, തെറ്റുത്തരം പറയുകയാണെങ്കിൽ മൈനസ് പോയിന്റ് കിട്ടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. റെഡി ആമീസ്? ഗൈസ് അപ്പോ ലെറ്റ്സ് ഗോ. ഗൈസ് അപ്പോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. മിസ് റെഡി അല്ലേ? ഓക്കെ. ഓപ്ഷൻസ് ഉണ്ടാ? ചിമ്പാൻസി. ഞാനും ചിമ്പാൻസി ആണ് പറയുന്നത്. ഞാൻ കുക്കാറ്റോ. അയ്യോ ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് തന്നെ എല്ലാവർക്കും -1. ഹാപ്പി ആയല്ലോ എല്ലാവരും? ഹാപ്പി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അത് വണ്ടി ഓടിക്കുന്ന ഓപ്ഷൻസ് ആണെങ്കിൽ ഞാൻ പെലിക്കാൻ, വണ്ണല്ല, നിന്റെ മൈനസ് മാറി ഇപ്പൊ പൂജ ഏതാണ്? ഞാൻ കിളിയാണ് വിചാരിച്ചു കേട്ടോ. ഒരു കിളിയാണ്. പക്ഷെ ആ ജീവിന് എനിക്ക് എക്സാമ്പിൾ ഒന്നും ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും കളി ടഫാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുയിലാണ് എനിക്ക്. ഗുള്ള് ഗുള്ള് ഗൾ. അയ്യോ ഈഗിളാണ്. ചേട്ടന്മാരെ തോപ്പിച്ചാലും ചാനലിൽ കേട്ടില്ല കാര്യം പറഞ്ഞേക്കാം. ഇതൊക്കെ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ, പിന്നെ ഇതിന്റെ ഉത്തരം പറയണതൊക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്തായാലും ആമീസിന് 1 പോയിന്റ്, എനിക്കും കൊമ്പന് -3. ഇതൊക്കെ ഏത് ജീവിയാ? അതൊക്കെ അയ്യോ ഞാൻ പറഞ്ഞു. എനിക്ക് പോയിന്റ്, ആമീസിന് പോയിന്റ് ഇല്ല. അയ്യോ -2. ഇതെന്ത് ബൈക്കാ? ശരി, എങ്ങനെ ഇരിക്കും? ശരി, എങ്ങനെ ഇരിക്കും ആനിമൽ പറ. ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ ആണ് പിഗ്. ഫസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞു പിഗ്. കൈ പൊക്കണം എന്നാലേ കൂട്ടുള്ളൂ. എനിക്ക് ഞാൻ ഗോറില്ല. എനിക്ക് ഹിപ്പോ. ഞാനൊരു കാര്യം പറയാം. ഇനി തൊട്ട് ഫസ്റ്റ് നീ ഏത് പറയണം അത് മാത്രം നമ്മൾ എടുക്കുള്ളൂ. പിന്നെ മാറ്റി മാറ്റി പറഞ്ഞെടുക്കില്ല. മറ്റേ മരം മുറിക്കണ മെഷീന്റെ സൗണ്ട്. -3. കൊമ്പൻ -3 ചാടി, ആൻഡ് റാഷിഡ് -3 ചാടി, ആൻഡ് ആമീസ് 0 ചാടിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഞാൻ പറയുന്നു വൈൽഡ് ബെയർ.
വൈൽഡ് ബോർ. ബോറാണോ? വൈൽഡ് ബോർ ആണ് ചാൻസ്. ഞാൻ വൈൽഡ് ബോർ. പക്ഷെ ഇത് കുരങ്ങയുടെ സൗണ്ടായ ഒരു ഒന്നുമില്ല. ഉണ്ട്. അത് കുറേണ്ട സൗണ്ട് ആണ് അത്. അല്ല ഒരാങ്ങോട്ട് നോർമൽ കുരങ്ങന്മാരില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ബ്ലൂട്ട് വായിക്കാത്ത അറിയാത്തവരൊരു വായിച്ച പോലെ. ഞാനാ വെക്കുന്നത്. ആദ്യം കൈ ഓസ്ട്രിച്ച് ഓസ്ട്രിച്ച്. ഞാനാവൽ. ഇത് ഓസ്ട്രിച്ച് ആവാൻ ചാൻസ്. പീജൻ അങ്ങനെയല്ല. പീജനം കാലം വല്ലതും ആണെങ്കിൽ പീജൻ അങ്ങനെയല്ല. പീജന്റെ സൗണ്ട് കുറച്ചും കൂടി ക്യൂട്ടാണ്. അറിയില്ല പിജന. പ്രാവിന്റെ സൗണ്ട് ഇങ്ങനെയല്ലടാ. ഒരു ഇവിടെ തൊണ്ടയിലൊരു പിടുത്ത പോലെ ഒരു സാധനം അല്ല മറ്റേ പറവ സിനിമയിലൊന്നും ഇങ്ങനെ അല്ലല്ലോ സൗണ്ട്. എല്ലാരെയും തെറ്റിയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ആമീസിന്റെ ചെറുപ്പകാലം വന്നിട്ടുണ്ട്. ആമീസിന്റെ ചെറിയ ജൂനിയർ. ഓപ്ഷൻ എ ആമി, ഓപ്ഷൻ ബി ആമി, ഓപ്ഷൻ സി ആമി. ഔട്ടർ. ഞാൻ റേവൻ. ഔട്ടർ. ടിക് ടിക്. ആ ലിങ്ക്സ്. സൂപ്പർ. ഇതാണത്. ഞാൻ വേച്ചില്ല ലിസ്റ്റ്. ആ ഇത് ഓക്കേ. കൈ പൊക്കിയിട്ട് ഉത്തരവാദിത്തം. കൈ പൊക്കിയോ? കൈ പൊക്കിയായിരുന്നാ? ഗോഡ്. അൽപക. അല്ല ആൽപക. ഷീപ്പ് ഷീപ്പ്. ഫസ്റ്റത്തെ അത് കൂട്ടം കൂടിയതല്ലേ. അല്ല ആ സൗണ്ട് കേട്ടാലേ അറിയാം ഷീപ്പാണ്. നേരത്തെ കേൾപ്പിച്ചത്. പിഗ്. പിഗ്. ഇത് മണിപ്പൂർ. ഇത് ആദ്യം കേൾപ്പിക്കുന്ന വേറെ സൗണ്ടും ഉത്തരം പറയുമ്പോ വേറെ സൗണ്ടും. അങ്ങനെ നേരത്തെ അങ്ങനെയായിരുന്നു മറ്റേ ഷീപ്പിന്റെ. അതെന്താ അത് ഉണ്ടായിരുന്നാ? പാമ്പാന്ന് തോന്നുന്നു. ചെമ്മലനോ? കമീലിയൻ. ബണൗൾ. ഇയാൾ ടൈപ്പല്ലേ ഇത്? ഇത് പാമ്പിന്റെ സൗണ്ട് വെച്ചിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. റൈനോ. ബിയർ ബിയർ ബിയർ. കൗ. ബിയറോ? ബിയറാണ്. ഓക്കേ ഗയ്സ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. പിഗ്ഗ. ആ പിഗ് പിന്നെ തേങ്ങ. പറയരുത്, അങ്ങനൊന്നും പറയരുത്. ഡക്ക്. ഗൂസ്. ഗൂസ്. ഇത് ചതിയാ, ക്രൂഡ് ചതിയാ. നോക്കിക്കോ, ഇത് ഡക്കാണെങ്കിൽ ക്രൂഡ് ഡക്കിനാ വരുന്നത്. പക്കാടക്കിന്റെ സൗണ്ടാ. പക്കാടക്കിന്റെ സൗണ്ട്. ഇത്ര നേരം അങ്ങനെ ആയിരുന്നില്ല. അതായത് പക്കാടക്കിന്റെ സൗണ്ട്. അതല്ല ഡക്കിന്റെ സൗണ്ട് വരുന്നില്ല. ഇത്ര നേരം ക്രൂ അങ്ങനെയല്ലല്ലോ പറ്റിച്ചോണ്ട്. ശരിക്കും നമ്മൾ വിചാരിക്കുന്ന സാധനം അല്ലല്ലോ ഉത്തരം വന്നത്. ഇത് മറ്റേ പൂരത്തിനിട്ട പീപ്പി. മിണ്ടല്ലേ? മാംഗോ. ലീവർ. സീലയൺ. ലീവർ മറ്റേ ഇതല്ലേ, മരപ്പട്ടിയല്ലേ? കിളിയല്ല. പക്ഷെ മറ്റേ ആ സീലയണിന്റെ സൗണ്ടാ പോകുന്നുണ്ട്. ആമീസ് -7, റാണി ടിബി -10. നേരിട്ട് എന്നെ വെട്ടിക്കാ. എനിക്കത് അറിയാൻ. ഏതോ പാമ്പാ. ഞാന് ഫ്രോഗന. ഞാൻ ക്രിക്കറ്റ്. ലിസാർഡ്. ഞാൻ മാറ്റിട്ട പോരെ. അടുത്തതില്ല -5, -4. ഇതിപ്പോ കെംസ് കൊമ്പിന്റെ റെക്കോർഡ് ഞാൻ തകർക്കും. -15 എന്നുള്ളത്. അടുത്ത പോരട്ടെ. ഞാൻ പിഗ് തന്നെയാട്ടോ പറയുന്നത്. ആദ്യം പറഞ്ഞ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പിഗ് തന്നെ. ഞാനും പിഗ്. അത് പിഗ്ഗാ. അത് പിഗ്ഗ ഉറപ്പാ. ബീവറ. ഇത് എന്ത് കൊരങ്ങന്മാർക്ക്. എല്ലാരും ഹാപ്പി അല്ലേ? റാഷിക് ഡിബിക്ക് -12. എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? റാഷിക് ഡിബി ആണ് സേഫ് ഗെയിം പ്ലെയർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് സാൻസർ പറയുന്നത്.
ആന്റലോപ്പ്. ഫോക്സ് ആന്റലോപ്പ്. ഫോക്സ് ആണെങ്കിൽ വെട്ടും ഞാനിത്. ഇത് ഫോക്സ് ആണെങ്കിൽ ക്രൂവിനെ ഞാൻ വെട്ടും. ആ എടാ ഇത് ഫോക്സ് സൗണ്ട്. എടാ പട്ടി ബോക്സിലുണ്ടായത് സാധനം കുറുക്കനല്ലേ ഇത്. ആ, അടുത്ത പോരട്ടെ. ദിബ്ര. ഞാൻ സീബ്ര. സീലാവാൻ ചാൻസ് ഉണ്ട്. ആ സീബ്ര. റാഷിക് DB മൈനസ്. അതെ നേരത്തെ ഞാൻ ഫോക്സിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തായിരുന്നു പിന്നെ ഗൈസ്. അപ്പൊ നമുക്ക് വീണ്ടും ഇവിടെ പോയിന്റ് നോക്കണമെങ്കിൽ ആമീസ് ലീഡ് -4. ക്യാമ്സ് കോമന്റ് -5, റാഷിക് DB -12 ഗൈസ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. ഇതിൽ 2 സൗണ്ട് ഉണ്ടല്ലോ, 2 ജീവൻ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉള്ളൂ. പിന്നെ ആര് ക്യാംസി കൊമ്പനോ അല്ലെങ്കിൽ ആമീസോ ആര് ലീഡ് കയറുന്നുള്ള നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ എനിക്ക് കിട്ടി. മറ്റേ സ്ക്വിഡ്. ബാറ്റ്. റാഷിക് DB -11. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിട്ടി സാധനം കിട്ടി. -10. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പോയിന്റ് നോക്കാം ഗൈസ്. ഇവിടെ ആമീസ് -5 ആൻഡ് ക്യാംസി കൊമൻ -8 ആൻഡ് റാഷിക് DB -10 ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ പറയില്ല, ഈ കളി തീരുമ്പോൾ എല്ലാവരും മൈനസിലായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഗൈസ്. ഓക്കെ പീകോക്ക്. ഓ ആ ഇട് അതാ ഗൈസ്. അപ്പൊ ഇവിടെ പോയിന്റ് ആമീസിന് -5, ക്യാംസിക്കോമിന് -9, റാഷിക് DB -9. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ആമീസിന് -5 ആണ്, എനിക്ക് കൊമ്പിന് -9 ആണ് ഗൈസ്. അതുപോലെ തന്നെ ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തോ കിളിയാണ്. പാരറ്റ്. അല്ല അത് സീ ലയൺ ആണ് തോന്നുന്നുണ്ട്. സൗണ്ട് ഇങ്ങനെ അല്ല. ചീറ്റ. കോഴിക്കുട്ടിനെ വിഴുങ്ങി ചീറ്റ. ചീറ്റ ഇത്രയും വലിയ സാധനമായിട്ട് ഇങ്ങനെ കോഴിക്കുട്ടിന് ഇത് സംഭവം. ഈ വീഡിയോ എടുത്താണ് അത് കോഴിക്കുട്ടിന് വിഴുങ്ങി തൊണ്ടയിൽ കൂടി ഇരിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ. ചീറ്റക്ക് ഇത്രയും വേല ഗൗരവമുള്ള ചീറ്റക്ക് കോഴിക്കുട്ടിന്റെ സൗണ്ട് കരയാവോ? ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാരും ഡോങ്കിയാണല്ലോ പറഞ്ഞ ഗൈസ്. ഓക്കെ ആ ഡോങ്കി. അപ്പൊ ആരാധന പറഞ്ഞു -5. അടുത്ത ചാൻസിൽ ആമിസ് വേണ്ട. ഇങ്ങനെ ജയിക്കാവോ പിന്നെ ചേട്ടന്മാരെ ചോപ്പിച്ചിട്ട്? ഫൗളല്ലോ ഇത്. ലാസ്റ്റത്തെ ചാലഞ്ച് ആണ്. ഇനി ചാലഞ്ചിലാവില്ല, കാരണം ഇവിടെയുള്ളവരൊക്കെ ഇവിടെയാണ് ജയിക്കുന്നത്. ജയിക്കാൻ പാടില്ല, ചേട്ടന്മാരുണ്ടാവുമ്പോ കേട്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ പോയിന്റ് നോക്കാം നമുക്ക്. ആമീസിന് -5 ആൻഡ് റാഷിക് DB ക്യാംസി കൊമ്പിന് -10. അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ. അതെ, വെച്ചടി ഇറക്കുമായിരുന്നു മാത്രം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ ആമീസ് ജയിച്ചിരിക്കുന്നു. അല്ലല്ല, ഇതിന് മുന്നേ അതിലൊന്നും ജയിച്ചില്ല. കന്നി വിജയമാണ്, കന്നി വിജയം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നത്.